ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് എമ്പുരാൻ കണ്ടോ? എന്നോടും 2-3 പേര് ചോദിച്ചു. ഞാൻ കണ്ടില്ല, അതൊരു ക്രിസ്ത്യാനി കാണേണ്ട കാര്യമില്ലല്ലോ എന്ന് മറുപടി കൊടുക്കുകയും ചെയ്തു. ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം, കഴിഞ്ഞ ദിവസം എൻ്റെ പരിചയത്തിലുള്ള ഒരു അമ്മയോട് അവളുടെ മകൾ ചോദിച്ചു, അമ്മേ, ഞാൻ എമ്പുരാൻ സിനിമ കണ്ടോട്ടെ? അമ്മ പറഞ്ഞു, നീ പോകണ്ട. ഏതാനും സമയങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മയുടെ സഹോദരി, അവരൊരു പ്രേക്ഷിതയാണ്, അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മകൻ ഈ സിനിമ കണ്ടു, വളരെ നല്ല സിനിമയാണെന്നാണ് അവൻ പറഞ്ഞത്, അതുകൊണ്ട് നിൻ്റെ മോള് പോകുന്നതിന് കുഴപ്പമില്ല. എന്നാൽ അമ്മ പറഞ്ഞു, എൻ്റെ മോളത് കാണാൻ പോകുന്നില്ല, അവളെ ഞാനതിന് വിടുന്നില്ല. എന്താണ് എമ്പുരാൻ കണ്ടാലുള്ള കുഴപ്പം? അത് പാപമാണോ? അതിൽ എന്തെങ്കിലും തെറ്റ് ഒളിഞ്ഞിരിപ്പുണ്ടോ? എമ്പുരാൻ്റെ നിർമ്മാതാക്കൾ, സംവിധായകൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ദിസ് ഈസ് എ ഡീൽ വിത്ത് ദ ഡെവിൾ. നിങ്ങൾ പിശാചിനെ വിളിച്ചു വരുത്തിയാൽ അവൻ പിന്നെ എന്തു ചെയ്യും? ദൈവപുത്രന് തെറ്റുപറ്റിയാൽ ലൂസിഫറിനെ അല്ല നമ്മൾ ആരെ സമീപിക്കും? ഇത് ലൂസിഫറിൻ്റെ 2ാം ഭാഗമാണെന്നും കൃത്യമായിട്ട് അവരറിയിച്ചിട്ടുണ്ട്. ഇത്രമാത്രം മുന്നറിവുകളുണ്ടായിരുന്നിട്ടും നമ്മൾ ഈ സിനിമ കാണാൻ പോയി. ഇത് ദൈവനിഷേധത്തിൻ്റെ ഒരു കലാരൂപമാണെന്നുള്ള വളരെ വ്യക്തമാണ്. ആദ്യത്തെ തെറ്റതാണ്, അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തു. 2, നമ്മൾ പിശാചിനെ നമ്മുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തുന്നു. തിന്മയുടെ സ്വാധീനങ്ങൾ പല രീതിയിൽ നമുക്കുണ്ടാകാം. അത് സാധാരണ ഒരു പ്രാർത്ഥനയിലൂടെയോ അറിഞ്ഞുകൊണ്ടുള്ള കൂദാശ സ്വീകരണത്തിലൂടെയൊക്കെയോ അതിന് ബഹിഷ്കരണം സംഭവിക്കാം. എന്നാൽ പിശാചിനെ നമ്മുടെ ജീവിതത്തിലേക്ക് അറിഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തിയാൽ അതിനുള്ള പരിഹാരം എന്താണെന്നുള്ളത് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കാൻ സമയം തികയത്തില്ല. അടുത്തുള്ള സമീപത്തുള്ള ആത്മീയ ഉപദേഷ്ടാക്കളോട് ചോദിക്കുന്നത് വളരെ നന്നായിരിക്കും. 2ാമത്തെ തെറ്റ്, വിളിച്ചു വരുത്തി. 3, ദൈവം നമുക്ക് നൽകിയ പണം, ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, എൻ്റെ സ്വന്തമാണ് എന്നൊക്കെ നമ്മൾ വമ്പ് പറയും. ദൈവം തരാതെ ആർക്കും ഒന്നും ലഭിക്കില്ല എന്നുള്ളതാണ് സത്യം. ആ പണം ഇങ്ങനെയൊരു സംരംഭത്തിന്, ദൈവപുത്രനെ ഇകഴ്ത്തി കാണിക്കുന്ന സംരംഭത്തിന് നമ്മൾ വിനിയോഗിച്ചു. നമ്മുടെ പണം തിന്മയ്ക്ക് വേണ്ടി ദുർവിനിയോഗം ചെയ്തു. 3, 4, നമ്മുടെ സമയം. എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, ആത്മീയ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, വിശ്രമിക്കാമായിരുന്നു. ആ സമയം നമ്മൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചു. 4, ഞാൻ ഇതിനോട് സഹകരിക്കുകയാണ് പരിപൂർണമായിട്ട്. പോയി ഇരുന്ന് അത് കാണുകയാണ്. ഞാൻ എൻ്റെ ഭാഗഭാക്കായി മാറുന്നു. അടുത്തത്, ഞാൻ ഇതിനെക്കുറിച്ച് മറ്റുള്ളവരോട് നന്മ പറയുന്നു. നല്ല സിനിമയാണ്, നല്ല വീഡിയോഗ്രാഫിയാണ്, അതിൻ്റെ എഡിറ്റിംഗ് നന്നായിരുന്നു, അതിൻ്റെ കാസ്റ്റിംഗ് നല്ലതായിരുന്നു, അങ്ങനെ പല കാര്യങ്ങൾ എന്തു പറഞ്ഞാലും ഇത് കണ്ടാൽ എന്താ കുഴപ്പം? അടുത്തത്, പ്രിയമുള്ളവരെ, നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് പറയുവാൻ ഞാൻ ആളല്ല. തെറ്റാണോ ചെയ്തത്, ശരിയാണോ ചെയ്തതെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. 2.5 മണിക്കൂർ സമയം അടച്ചിട്ട മുറിയിൽ ദൈവനിഷേധത്തിൻ്റെ അലയൊലികളും സംഭാഷണ ശകലങ്ങളും നിറഞ്ഞു നിന്നപ്പോൾ ഞാൻ അവിടെ ആയിരുന്നു. അത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് ആത്മാവിൽ തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. തെറ്റുപറ്റിയെങ്കിൽ തിരുത്തുവാൻ ഇനിയും സമയമുണ്ട്. നിങ്ങളുടെ സഹോദരങ്ങൾക്ക് തെറ്റുപറ്റാതിരിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സമയം അവശേഷിക്കുന്നു. ഞാനിത് പറയുവാൻ കാരണം, എൻ്റെ സഹോദരങ്ങൾക്ക് തെറ്റുപറ്റി, അനേകർക്ക് തെറ്റുപറ്റാൻ ഇടയുണ്ട് എന്ന് പരിപൂർണമായൊരു ബോധ്യം ലഭിച്ചപ്പോൾ ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കൊരു മാറ്റം, വിടുതലുണ്ടാകുവാനായി ആത്മാവിൽ ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഇത് ചെയ്തത്. തീരുമാനം നിങ്ങളെടുക്കാം. ആത്മീയ ഉപദേഷ്ടാക്കൾ നിങ്ങളെ സഹായിക്കും. കൂദാശകൾ നിങ്ങൾക്ക് വിടുതൽ നൽകും. കർത്താവിൻ്റെ രക്ഷാകരമായ ജീവരക്തം നിങ്ങളെ വിടുവിക്കും. നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷയെ പ്രതി നിങ്ങളുടെ സഹോദരൻ ബിജു ഡാനിയേൽ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.